നമസ്കാരം. അയ്യപ്പ സംഗമത്തിന് അനുകൂല നിലപാട് സ്വീകരിച്ചതിന് പിന്നാലെ NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർക്കെതിരെ പല കോണുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു. സംഘടനയിൽ തന്നെ ഈ വിഷയത്തിലുള്ള പല വിധത്തിലുള്ള അഭിപ്രായങ്ങളാണ് ഉയർന്നത്. ഇപ്പോഴത്തെ സുകുമാരൻ നായർക്കെതിരായ അതൃപ്തിക്ക് പിന്നാലെ നായർ ഐക്യവേദിയുടെ നേതൃത്വത്തിൽ നായർ നേതൃസംഗമം സംഘടിപ്പിക്കുകയാണ്. നവംബർ 9 ആലപ്പുഴയിലെ വള്ളിക്കുന്നത്താണ് നായർ നേതൃസംഗമം സംഘടിപ്പിക്കുന്നത്. സുകുമാരൻ നായർക്കെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ടാണ് നായർ ഐക്യവേദി രംഗത്ത് വന്നിരിക്കുന്നത്. നായർ സമുദായ ആചാര്യനായ മന്നത്ത് പത്മനാഭൻ നേടിക്കൊടുത്ത സാമൂഹ്യ അവകാശങ്ങൾ ഇപ്പോഴത്തെ നേതൃത്വം കളഞ്ഞുകുളിക്കുകയാണെന്നാണ് ആരോപണം. മന്നത്ത് ആചാര്യൻ NSSനെ രൂപപ്പെടുത്തിയത് നായർക്കെതിരെ വരുന്ന ഏത് ആക്രമണത്തെയും പ്രതിരോധിക്കുന്ന വജ്രായുധമായാണ്, ഒപ്പം ആശ്രയമേറ്റ കുടുംബങ്ങളുടെ അത്താണിയായും. എന്നാൽ NSS സ്ഥാപനങ്ങളിൽ ചെറുതും വലുതുമായ ജോലി നൽകി ദരിദ്ര നായർ കുടുംബങ്ങളെ സംരക്ഷിക്കുക എന്നതും ആചാര്യൻ്റെ ശൈലിയായിരുന്നു. ചങ്ങനാശ്ശേരിയിലെ ആസ്ഥാനവാതിൽ അന്ന് ഏവർക്കും വേണ്ടി തുറന്നു കിടന്നിരുന്നു. എന്നാൽ ഇന്ന് ആ സ്ഥിതി മാറിയെന്നാണ് ഇവർ ഉയർത്തുന്ന വിമർശനം. ആചാര്യൻ NSS സ്ഥാപനത്തിൽ നിയമിച്ചയാൾ ആചാര്യന്റെ കസേരയിൽ കയറി ഇരുന്നതോടെ NSSന്റെയും നായർ സമുദായത്തിന്റെയും ശനിദശ ആരംഭിച്ചുവെന്ന രൂക്ഷ വിമർശനവും ഉന്നയിക്കുന്നു. ആചാര്യന്റെ പുഷ്കലകാലത്ത് നായർ ആജ്ഞാശക്തിയും സമ്പത്തുമുള്ള സമുദായമായിരുന്നു. ആചാര്യന്റെ നേതൃത്വത്തിൽ നായർ സംഘടിത ശക്തിയായിരുന്നു. ആ നായർ ശക്തിയാണ് വിമോചന സമരം വിജയിപ്പിച്ചത്. കേരള രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചതും നായർ ശക്തിയായിരുന്നു. ഇന്ന് പല കാരണത്താൽ സമ്പത്തും സ്വാധീനവും നഷ്ടപ്പെട്ട സമുദായമാണ് നായർ സമുദായമെന്നും നായർ ഐക്യവേദി നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നു. പഴയകാല പ്രമാണിത്വത്തിന്റെ പേരിൽ അധികാരികളും സമൂഹവും സവർണനെന്ന് പരിഹസിച്ച് നായരെ അവഗണിക്കുന്നു. പുതിയ വരേണ്യവർഗ്ഗങ്ങൾ ഉയർന്നു വരുന്നു. അവർ സർക്കാർ ആനുകൂല്യം കൈപ്പറ്റി കൂടുതൽ സമ്പന്നരും സ്വാധീനമുള്ളവരുമായി മാറിയിട്ടുണ്ട്. അവർ സംഘടിതരും ജനസംഖ്യയിൽ 1ഉം 2ഉം സ്ഥാനത്ത് നിൽക്കുന്നവരാകയാൽ ചോദിക്കുന്നതെന്തും നൽകാൻ തയ്യാറായി അധികാരികളും രാഷ്ട്രീയ നേതാക്കളും അവരുടെ വാതിൽപ്പടിയിൽ കാവൽ കിടക്കുന്ന അവസ്ഥയാണ്. ആഭ്യന്തരമന്ത്രിയായ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വാഹനത്തിൽ പല കേസുകളിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സമുദായ നേതാവ് യാത്ര ചെയ്തത് കേരളം കൺകുളിർക്കെ കണ്ടതാണ്. നിർഭാഗ്യവശാൽ ഇതൊക്കെ കാണാനും പ്രതികരിക്കാനും നായർ സമുദായത്തിന് കഴിയുന്നില്ലെന്നും അവർ കുറ്റപ്പെടുത്തുന്നു. 50 ലക്ഷം വരുന്ന നായന്മാരിൽ കേവലം 7 ലക്ഷം അംഗങ്ങൾ മാത്രമുള്ള NSS നേതൃത്വം നായരുടെ കുത്തക അവകാശപ്പെട്ട് സമുദായത്തെ മൊത്തമായി ചില്ലറയായും വിറ്റ് സ്വന്തം കാര്യം നേടുന്നു. ന്യായീകരണത്തിന് സമദൂരം ശരിദൂരം തുടങ്ങിയ ശിഖണ്ഡി ന്യായവും പറയുന്നുവെന്നും നായർ ഐക്യവേദി കുറ്റപ്പെടുത്തുന്നു. യാഥാർത്ഥ്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നത് കൊണ്ടാണ് ഇതൊക്കെ തിരിച്ചറിയാനും ചിന്തിക്കാനും പ്രതികരിക്കാനും നായർ സമുദായത്തിന് കഴിയാതെ പോകുന്നത്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും നായരെ അവഗണിക്കുന്നു. ആ പാർട്ടികളിൽ കഥയറിയാതെ നായർ ആട്ടം കാണുന്നു. ഇതൊക്കെ ബോധ്യപ്പെട്ട് പ്രതികരണശേഷിയുള്ള നായന്മാരുടെ സംഘശക്തി ഉണർത്തി നിലനിൽപ്പിനായി പോരാടുവാൻ നായരെ സജ്ജരാക്കുവാനാണ് നവംബർ 9 നായർ നേതൃസംഗമം ലക്ഷ്യമിടുന്നതെന്നാണ് സംഘാടകർ ചൂണ്ടിക്കാട്ടുന്നത്. നായരുടെ അജയ്യ ശക്തിയെ ഉണർത്തുവാനുള്ള വേദിയൊരുക്കലായി ഈ സംഗമം 50 വർഷമായി NSS നേതൃത്വം ഉറക്കിയ നായർ ശക്തിയെ ഉണർത്തുവാനുള്ള അവസാന ശ്രമമാണെന്നും നായർ നേതൃസംഗമം നേതൃഭാരവാഹികൾ ചൂണ്ടിക്കാണിക്കുന്നു.